നമസ്കാരം. CPM നേതൃത്വത്തിന്റെ അവഗണനയിൽ മനമെടുത്ത് പതിറ്റാണ്ടുകൾ നീണ്ട പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ മുതിർന്ന നേതാവ് ജി സുധാകരൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തതോടെ ആലപ്പുഴയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തി ജി സുധാകരൻ കളത്തിലിറങ്ങുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നേരിടേണ്ടി വരുന്ന അവഗണനയ്ക്കൊപ്പം സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഹേളനവുമാണ് പാർട്ടി അംഗത്വം പുതുക്കാതെ സമൂഹമാധ്യമത്തിൽ അതൃപ്തി പരസ്യപ്പെടുത്തി രംഗത്തെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ സമീപനം ഇതാണെങ്കിൽ എന്തിനാണ് ഇനി അവിടെ നിൽക്കുന്നത് എന്നാണ് സുധാകരൻ ഏറെ അടുപ്പമുള്ളവരോട് ചോദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ രംഗത്തെത്തുകയും UDF പിന്തുണ നൽകുകയും ചെയ്താൽ CPMന് അത് കടുത്ത വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഹരിപ്പാട് ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ LDFന് മുൻതൂക്കമുണ്ടെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തലെങ്കിലും ജി സുധാകരൻ മത്സരരംഗത്ത് ഇറങ്ങിയാൽ കടുത്ത വെല്ലുവിളിയാകും. ആലപ്പുഴ ജില്ലയിലാകെ LDFനെ അത് പ്രതികൂലമായി ബാധിക്കാം. പാർട്ടി അംഗത്വമില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരൻ ഇപ്പോഴത്തെ പാർട്ടിയുടെ പോക്കിൽ അതൃപ്തിയുള്ള പാർട്ടി അനുഭാവികളുടെ ഉൾപ്പെടെ ശക്തമായ പിന്തുണ ലഭിക്കുമെന്നാണ് കരുതുന്നത്. സുധാകരൻ കളത്തിലിറങ്ങിയാൽ പിന്തുണ നൽകുന്ന കാര്യത്തിൽ UDF നേതൃത്വത്തിനും അനുകൂല സമീപനമെന്നാണ് സൂചന. CPM ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗവുമായി കഴിഞ്ഞ കുറേ നാളുകളായി ജി സുധാകരൻ തുടർന്നു പോരുന്ന അസ്വാരസ്യങ്ങളാണ് ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തരത്തിലേക്ക് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സുധാകരന് സീറ്റ് കൊടുക്കേണ്ടതില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായിരുന്നു. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിവെച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാനും സുധാകരന്റെ പേരുള്ള ഫലകങ്ങൾ മാറ്റാനും നടന്ന ശ്രമങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. ഇതിനിടെ കോൺഗ്രസ് അനുകൂല വേദികളിൽ സുധാകരൻ എത്തുകയും പ്രതിപക്ഷ നേതാവ് VD സതീശനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തതിനെതിരെ രൂക്ഷമായി സൈബർ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാനെ പ്രതിക്കൂട്ടിലാക്കി സുധാകരൻ രൂക്ഷ വിമർശനവും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജി സുധാകരനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നാണ് മുതിർന്ന സംസ്ഥാന നേതാവ് പ്രതികരിച്ചത്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജി സുധാകരന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഗണനയുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയും ഇല്ലെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. തുടർന്ന് ഗോവിന്ദനും മാധ്യമപ്രവർത്തകരും ചിരിക്കുന്ന വീഡിയോ സുധാകരൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഫെബ്രുവരി 28-ന് AKG സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനമാണ് സുധാകരന്റെ തീരുമാനത്തിൽ നിർണായകമായത്. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സുധാകരൻ ഒരു പരിഗണനയുമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടിയും അതിനു പിന്നാലെ അദ്ദേഹം നടത്തിയ പൊട്ടിച്ചിരിയുമാണ് സുധാകരനെ മുറിപ്പെടുത്തിയത്. തന്നെ പരസ്യമായി അപമാനിച്ച ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഉത്തരവും പൊട്ടിച്ചിരിയുമാണ് 63 വർഷക്കാലത്തെ CPM ബന്ധം ഉപേക്ഷിക്കാൻ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന സമിതി അംഗവുമായ ജി സുധാകരനെ പ്രേരിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഈ വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണ രൂപത്തിൽ നിന്ന് 8 സെക്കൻഡുള്ള പ്രസ്തുത ഭാഗം മുറിച്ചെടുത്ത് പങ്കുവച്ചാണ് സുധാകരൻ തന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനയും അപമാനവും തന്നെ എത്രത്തോളം മുറിപ്പെടുത്തിയെന്ന് അദ്ദേഹം കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള തനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം വീടിനടുത്തുള്ള EMS ഹാളിൽ നടത്തിയപ്പോൾ അക്കാലത്ത് ജയിൽവാസവും മർദ്ദനവും അനുഭവിച്ച ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയായിട്ടും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്ത് സുമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയാണ്. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. താൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിലെ ഒരു സ്വർണ്ണപ്പാളിയും ആരും കൊണ്ടുപോയില്ലെന്നും താനിരുന്ന 3.5 വർഷം ഒരു അഴിമതി നടന്നിട്ടില്ലെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം സർക്കാരിനെയും CPMനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സുധാകരനെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെ ജില്ലാ നേതൃത്വം നീക്കം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരിഹാസത്തിൽ മുറിവേറ്റ് സുധാകരൻ അറ്റകൈ പ്രയോഗത്തിനൊരുങ്ങുന്നത്. സുധാകരന്റെ പടിയിറക്കം ആലപ്പുഴയിലെ CPMന് വലിയ വെല്ലുവിളിയാണ് ഉയർന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. UDF അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ തയ്യാറാണെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലാകെ LDFന് തിരിച്ചടിയായേക്കാം. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ പാർട്ടിയുടെ ചട്ടക്കൂടിന് പുറത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിലായിരിക്കും ഇനി കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ.